നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മനസ്സുണ്ടെങ്കിൽ മണ്ണുപോലും വേണ്ട, ജൈവകൃഷിയിൽ മാന്ത്രിക നേട്ടം കൊയ്ത് സൈനുദ്ദീൻ. ആലപ്പുഴയിൽ വെച്ച് മതിലകം പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ മോഷണ കേസ് പ്രതി പിടിയിലായി. ചേറ്റുവ പാലത്തിൽ വൈദ്യുതി വിളക്കുകൾ പ്രകാശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ചൂട്ടുകത്തിച്ച് പ്രതിഷേധം. വാർത്തകൾ വിശദമായി. 50 വർഷത്തെ പ്രവാസത്തിനു ശേഷം സ്വന്തം വീട്ടുവളപ്പിൽ പരിമിതമായ സ്ഥലത്ത് ജൈവകൃഷിയിൽ വിസ്മയം തീർക്കുകയാണ് മജീഷ്യൻ കൂടിയായ വാടാനപ്പള്ളി പട്ലങ്ങാടി രായമ്മരക്കർ വീട്ടിൽ സൈനുദ്ദീൻ. തൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പഴങ്ങളും പച്ചക്കറികളും സ്വന്തമായി തന്നെ അദ്ദേഹം വിളയിച്ചെടുക്കുന്നുണ്ട്. സ്ഥലപരിമിതിയെ മറികടക്കാൻ ആധുനിക കൃഷിരീതികളിൽ പുത്തൻ പരീക്ഷണങ്ങളും ഇദ്ദേഹം നടത്തുന്നുണ്ട്. വെർട്ടിക്കൽ കൃഷിരീതിയും തുള്ളിനനയും തിരിനനയും മണ്ണില്ലാ കൃഷിയും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. താൻ ആർജിച്ചെടുത്ത കൃഷി അറിവുകൾ പകർന്നു നൽകാൻ ഏറെ ആവേശമാണ് സൈനുദ്ദീന്. പച്ചക്കറികൾക്ക് പുറമെ വിവിധ പഴവർഗ്ഗങ്ങളും ഇദ്ദേഹം വിളയിച്ചെടുക്കുന്നുണ്ട്. എത്ര വിളവുണ്ടായാലും കൃഷി ചെയ്തുണ്ടാക്കുന്നതൊന്നും ഇദ്ദേഹം വിൽക്കാറില്ല. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയൽക്കാർക്കുമായി പങ്കിട്ടു കൊടുക്കുകയാണ് പതിവ്. മട്ടുപ്പാവിൽ കോവയ്ക്ക, പച്ചമുളക്, പയർ, കയ്പയ്ക്ക, തക്കാളി എന്നിവ സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്നുണ്ട്. വീട്ടുമുറ്റത്ത് പച്ചക്കറികൾക്ക് പുറമെ വിവിധയിനം പഴവർഗ്ഗങ്ങളുമുണ്ട്. വാടാനപ്പള്ളി കൃഷിഭവന്റെ അകമഴിഞ്ഞ സഹകരണം ഇദ്ദേഹത്തിനുണ്ട്. വാടാനപ്പള്ളി കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ജ്യോതി ബാബുവിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ പൂർണ്ണ പിന്തുണ നൽകുന്നതായും സൈനുദ്ദീൻ പറഞ്ഞു. മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ് ഒരു കർഷകനാകാന്നുള്ളത്. വാടാനപ്പള്ളിയിൽ കൃഷി ഓഫീസറായിട്ട് വന്ന ശ്രീ ഗോമർ സാറ് അദ്ദേഹമായിരിക്കണം എന്നെ തിരിച്ചറിഞ്ഞത്. ഇദ്ദേഹം കൃഷിയിലേക്ക് പറ്റുമെന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ഈ മേഖലയിലേക്ക് വന്നത്. അതിനുശേഷം വന്ന എല്ലാ കൃഷി ഓഫീസർമാരും എല്ലാ കൃഷിഭവനിലെ ഈ അവിടുത്തെ സ്റ്റാഫും എല്ലാവരും തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് പെരുമാറിയിട്ടുണ്ട്, ആത്മാർത്ഥമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അവർ വേണ്ടുന്ന ഉചിതമായിട്ടുള്ള വന്നിട്ടും നിർദ്ദേശിച്ചിട്ടും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഇത്രത്തോളം സ്നേഹം കിട്ടി, ഇത്രത്തോളം പരിചയം എനിക്ക് കിട്ടിയത് വലിയ പരിചയമല്ല, എന്നെ സംബന്ധിച്ച് വലിയ പരിചയമാണ് കിട്ടിയത്. എൻ്റെ സഹജീവികൾ കൂടി പകർന്നു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം ഇന്ന് ഭൂമി വേണം കൃഷി ചെയ്യാൻ വേണ്ടി. ഭൂമി ഇല്ലാത്തവന് മറ്റുള്ളവരെ കൃഷിസ്ഥലത്ത് കൃഷി ചെയ്യണം. നമ്മുടെ ആധികാരികമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷരഹിത പച്ചക്കറി, വിഷരഹിത ഭക്ഷണം ഇന്ന് എല്ലാ രംഗങ്ങളിലും കലർന്നിട്ട് വരുന്നൊരു കാലഘട്ടത്തിലാണ്. അപ്പോൾ എൻ്റെ ഗവേഷണ പരീക്ഷണങ്ങൾ ഉള്ള അറിവ് വെച്ചും കൊണ്ട് ഞാൻ നടത്തിയിരുന്നത് സാധാരണക്കാർക്ക് ഈ സ്ഥലമോ അല്ലെങ്കിൽ മറ്റു കൃഷി ചെയ്യാനുള്ള ഇല്ലെങ്കിൽ തന്നെ അവർക്ക് കൃഷി ചെയ്തിട്ട് നല്ല ഭക്ഷണം കഴിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാക്കുകയാണ്. പേരക്കുട്ടികളായ സായിദ്, സയാൻ എന്നിവരാണ് കൃഷിപ്പണിക്ക് കൂട്ടായി സൈനുദ്ദീനൊപ്പമുള്ളത്. കർഷക സുഹൃത്തുക്കളായ പ്രസന്നൻ വയക്കാട്ടിൽ, RK സുബൈർ, അഷ്റഫ് എന്നിവർ കൃഷി അറിവുകൾ പങ്കുവെച്ച് ഇദ്ദേഹത്തോടൊപ്പം തന്നെയുണ്ട്. കൃഷിയിടം പരിമിതമായിട്ടുള്ള ഈ സ്ഥലത്ത് പച്ചക്കറി ആയാലും ഫലവൃക്ഷങ്ങളായാലും ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കൊരു മാതൃക കൃഷിത്തോട്ടം ആണെന്ന് നമുക്ക് പറയാം. ഇവിടെ കൃഷിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വരാറുണ്ട് സൈനികരെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷിനെ ഇത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ആൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഈ കൃഷിത്തോട്ടത്തിലേക്കാണ്. അവിടെ വന്നെല്ലാം നോക്കി വളം എല്ലാം ചെയ്യാണെങ്കിൽ ചെയ്ത് എന്തെങ്കിലും പൊട്ടിക്കാനുണ്ടെങ്കിൽ പൊട്ടിച്ച് ആളൊരു 90% സമയവും ഈ കൃഷി നടത്തുന്ന ഈ കൃഷിത്തോട്ടത്തിൽ തന്നെയായിരിക്കും. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മികച്ച ഹൈടെക് കർഷകനായി സൈനുദ്ദീൻ ഈ വർഷം തെരഞ്ഞെടുത്തിരുന്നു. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം മാജിക് പഠിച്ച് കലാരംഗത്തും ഇദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട്.
നിരവധി വേദികളിൽ ഇദ്ദേഹം മാജിക് അവതരിപ്പിച്ചിട്ടുണ്ട്. ചുരുങ്ങിയ കാലം കൊണ്ട് കൃഷിയെ അടുത്തറിഞ്ഞ് അന്നം വിളിച്ചെടുക്കുന്നതിലെ ഇദ്ദേഹത്തിൻ്റെ മാന്ത്രികതയാണ് ഇപ്പോൾ ഏവരെയും വിസ്മയിപ്പിക്കുന്നത്. തെളിവെടുപ്പിന് കൊണ്ടുപോകവേ ആലപ്പുഴയിൽ വെച്ച് മതിലകം പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ മോഷണ കേസ് പ്രതി പിടിയിലായി. മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നുമാണ് ഇയാളെ പോലീസ് പൊക്കിയത്. മതിലകം പുതിയകാവിലെ മലഞ്ചരക്ക് കട കുത്തിത്തുറന്ന് പണം കവർന്ന കേസിൽ അറസ്റ്റിലായ വാടാനപ്പള്ളി സ്വദേശി തിണ്ടിക്കൽ ബാദുഷയാണ് കഴിഞ്ഞ ദിവസം പോലീസിനെ വെട്ടിച്ച് ചാടിപ്പോയത്. ഇയാൾ എത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ ഊർജിത അന്വേഷണത്തിലാണ് കോഴിക്കോട് നിന്നും ഇയാളെ പിടികൂടാനായത്. തിരിച്ചറിയാതിരിക്കാൻ ക്ലീൻ ഷേവ് ചെയ്ത് KSRTC ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന ഇയാളെ മതിലകം പോലീസും കോഴിക്കോട് ക്രൈം സ്ക്വാഡും ചേർന്നാണ് പിടികൂടിയത്. ചേറ്റുവ പാലത്തിൽ മാസങ്ങളായി കത്താതെ കിടക്കുന്ന വൈദ്യുതി വിളക്കുകൾ പ്രകാശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ചേറ്റുവ പാലത്തിൽ സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമ്മൽ ചൂട്ടുകത്തിച്ച് പിടിച്ച് പ്രതിഷേധിച്ചു. ചേറ്റുവ പാലത്തിനോടുള്ള അവഗണന അവസാനിപ്പിക്കുക, പാലത്തിൽ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന നടപ്പാതയിലെ സ്ലാബ് മാറ്റി സ്ഥാപിക്കുക, പാലത്തിലൂടെ കടന്നുപോകുന്ന വാഹനയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുക, ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നടക്കുന്ന പ്രദേശങ്ങളിൽ വാഹനങ്ങൾക്ക് വേണ്ട സുരക്ഷാ മുൻകരുതൽ, ലൈറ്റ് ബോർഡുകൾ എന്നിവ സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സമരം നടത്തിയത്. ദിനംപ്രതി ദേശീയപാതയിൽ വാഹന അപകടങ്ങൾ കൂടി വരികയാണ്. രാത്രി സമയങ്ങളിലാണ് ദേശീയപാതയിൽ അപകടങ്ങൾ കൂടുതലും ഉണ്ടാവുന്നത്. അപകടങ്ങൾ തടയുന്നതിന് ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിൽ ദീർഘദൂര വാഹനയാത്രികർക്ക് ദൂരെ നിന്ന് കാണാവുന്ന രീതിയിൽ ദേശീയപാതയോരത്ത് മുൻകരുതൽ ബോർഡുകൾ അടിയന്തരമായി സ്ഥാപിക്കണമെന്ന് ലത്തീഫ് കെട്ടുമ്മൽ ആവശ്യപ്പെട്ടു. BJP മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും നിരവധി പേർ BJPയിൽ അംഗത്വമെടുത്തു. BJP നാട്ടിക മണ്ഡലം കമ്മിറ്റി പൈച്ചോട് നെല്ലമ്പള്ളി ക്ഷേത്ര പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പുതിയ അംഗങ്ങളെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി മാത്രമല്ല, ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ് BJP എന്നും ഭാരതത്തെ ലോകത്തിൻ്റെ നായക സ്ഥാനത്തെത്തിക്കുകയാണ് BJPയുടെ ലക്ഷ്യമെന്നും കൃഷ്ണദാസ് പ്രസ്താവിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ് മാസ്റ്റർ അധ്യക്ഷനായി. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ്, സർജു തോയക്കാവ്, സൈവൻ പള്ളത്ത്, ഷൈൻ നെടിയിരിപ്പിൽ, AK ചന്ദ്രശേഖരൻ, ഷൈജു കൊട്ടുക്കൽ, ജോഷി ബ്ലാങ്ങാട്ട്, ലാൽ ഊണുങ്ങൽ, ഷാജി പുളിക്കൽ, രശ്മി ഷിജോ, നിഷ പ്രവീൺ, PK ബേബി, ദയാനന്ദൻ ഏറാട്ട്, സുനിൽ ദത്ത്, ധനീഷ് എന്നിവർ നേതൃത്വം നൽകി. നാട്ടിക പഞ്ചായത്തിലെ ആശ്രയ കുടുംബങ്ങളുടെ ആശ്രയ കിറ്റിൽ അഴിമതി നടത്തിയ നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തയ്യാറാകണമെന്ന് DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് പറഞ്ഞു. എല്ലാ വർഷവും ഓണത്തിന് ആശ്രയ ഗുണഭോക്താക്കൾക്ക് ആശ്രയ കിറ്റും ഓണക്കോടിയും നൽകി വരാറുണ്ട്. ഈ വർഷം ഓണക്കിറ്റ് മാത്രം നൽകിയ ഓണക്കിറ്റിൽ മതിയായ സാധനങ്ങൾ ഉണ്ടായിരുന്നുമില്ല. വർഷങ്ങളായി കിട്ടിയിരുന്ന തുകയിൽ നിന്നും ഈ പ്രാവശ്യം ഇരട്ടിപ്പണമാണ് സ്പോൺസർഷിപ്പിൽ കിട്ടിയത്. ആ പണത്തിൽ പകുതി പണം ചെലവാക്കി ബാക്കി പൈസ പഞ്ചായത്ത് പ്രസിഡന്റും CPM ഭരണസമിതിയും അഴിമതി നടത്തി നാട്ടികയിലെ ആശ്രയ കുടുംബങ്ങളോട് കടുത്ത വഞ്ചനയാണ് കാണിച്ചതെന്നും DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് ആരോപിച്ചു. ഇന്ന് ഈ ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം 100-ൽ താഴെ ആളുകളാണ് പഞ്ചായത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും സഹായത്തോടെ ജീവിക്കുന്ന ആളുകൾക്ക് നമ്മുടെ പ്രിയങ്കരനായ ലോകം ആരാധിക്കുന്ന വ്യവസായി എല്ലാ വർഷവും പഞ്ചായത്തുകൾക്കും സ്വന്തം പഞ്ചായത്ത് ഉൾപ്പെടെ മറ്റു പ്രദേശങ്ങളിലേക്ക് വ്യത്യസ്തങ്ങളായ സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതിൽ രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല. പ്രയാസപ്പെടുന്നവരെ സഹായിക്കുക എന്ന നല്ല മനസ്സിന്റെ ഭാഗമായി ഇത്തവണ 1 ലക്ഷം രൂപയാണ് നാട്ടിക ഗ്രാമപഞ്ചായത്തിന് അതിലൊതുങ്ങുന്ന ആളുകൾ, കാരണം 100-ൽ താഴെയുള്ള ആളുകൾ എന്ന നിലയിൽ നല്ല ഒരു കിറ്റ് ഓണക്കിറ്റായി ഓണപ്പുടവയായി നമുക്ക് കൊടുക്കാൻ കഴിയും. അതിന് മനസ്സ് കാണിച്ച അദ്ദേഹത്തോടുള്ള നന്ദി ഈ അവസരം രേഖപ്പെടുത്തുന്നത്. ആ സംഖ്യ ലഭിച്ചെങ്കിലും ആ സംഖ്യ കൊണ്ട് ആവശ്യമായ സഹായം നൽകാതെ അതിൽ പിശുക്കം പിടിച്ചുകൊണ്ട് ഏകദേശം നേരത്തെ അധ്യക്ഷ പ്രസംഗം ചോദിച്ചു 500 രൂപ താഴെയുള്ള ഒരു സാധാരണ കിറ്റാണ് പാവപ്പെട്ട ആശ്രയമായി ജീവിക്കുന്നവർക്ക് നൽകിയത്.
നാട്ടികയിലെ ആശ്രയ കുടുംബങ്ങളെ വഞ്ചിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനവും നാട്ടിക പഞ്ചായത്ത് ഓഫീസ് ഉപരോധ സമരവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ്. UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദിഖ് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറിമാരായ VR വിജയൻ, നൌഷാദ് ആറ്റുപറമ്പത്ത്, UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ KA കബീർ, മധു അന്തിക്കാട്ട്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, PK നന്ദനൻ, TV ഷൈൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ബിന്ദു പ്രദീപ്, CS മണികണ്ഠൻ, ശ്രീദേവി മാധവൻ, KR ദാസൻ, റസീന ഖാലിദ് എന്നിവർ സംസാരിച്ചു. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ NSS ദിനാഘോഷം പെരുങ്ങോട്ടുകര കാരുണ്യ വൃദ്ധസദനത്തിലെ അമ്മമാരോടൊപ്പം ആഘോഷിച്ചു. കാരുണ്യ വൃദ്ധസദനത്തിലെ അമ്മമാർക്ക് കേക്ക് മുറിച്ചും അമ്മമാർക്ക് കുട്ടികൾ പുതുവസ്ത്രവും മധുരപലഹാരങ്ങളും നൽകി അവരോടൊപ്പം പാട്ടുപാടിയും നൃത്തം വെച്ചും സന്തോഷം പങ്കിട്ടു. പ്രിൻസിപ്പൽ ജയാബിനി GSB അധ്യക്ഷത വഹിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ SN ട്രസ്റ്റിലെ വിദ്യാർത്ഥികളും ടീച്ചേഴ്സും കൂടി ഇന്നിവിടെ എത്തിച്ചേർന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ഈ അമ്മമാരെ കാണാനും ഈ കേക്കൊക്കെ മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ടുള്ള ഒരു സന്തോഷം പങ്കുവയ്ക്കുക എന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതിന് നമുക്ക് ഇടതന്ന നമ്മുടെ SN ട്രസ്റ്റിലെ ടീച്ചേഴ്സിനും മക്കൾക്കും എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ, വികസന സമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈനി ബാലകൃഷ്ണൻ, പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ്, അധ്യാപകരായ ഷൈജ EB, രശ്മി VG, NSS ലീഡർമാരായ ജന്ന ഫാത്തിമ, ശ്രീലക്ഷ്മി KU, മുഹമ്മദ് റയാൻ, NSS വോളണ്ടിയേഴ്സ് എന്നിവർ നേതൃത്വം നൽകി. മീലാദ് ആഘോഷ പരിപാടികളുടെ ഭാഗമായി കരയാമുട്ടം CH പള്ളിപ്പുറം മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട നേത്ര കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ നേത്രപരിശോധന ക്യാമ്പും ഒളരി ചന്ദ്രമതിയമ്മ മെമ്മോറിയൽ ആശുപത്രിയുടെ സഹകരണത്തോടെ അസ്ഥിരോഗ പരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. മഹല്ല് പ്രസിഡന്റ് PM കുഞ്ഞിമൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ദീപക് തേറമ്പിൽ, ഡോക്ടർ റുക്സാന, ഡോക്ടർ രുചിക എന്നിവർ ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകി. സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് തകിയുദ്ദീൻ യമാനി തങ്ങൾ, മഹല്ല് ഖത്തീബ് മുഹമ്മദ് റാഫി ബാഗവി, പഞ്ചായത്ത് മെമ്പർ അജ്മൽ ഷെരീഫ്, മഹല്ല് വൈസ് പ്രസിഡന്റ് PU റഹീം, ട്രഷറർ MM ഷംസുദ്ദീൻ, ജോയിന്റ് സെക്രട്ടറി KA ഷെഫീൽ, PB അബ്ദുള്ളക്കുട്ടി, PM മുഹമ്മദ്, PI മുബാറക്, KJ ജിജോ, മഹല്ല് സെക്രട്ടറി ഷംനാസ് ഷെരീഫ്, ജനറൽ കൺവീനർ ഫൈസൽ അബ്ദുൽ ഖാദർ എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണം ഇങ്ങെത്തി. ഏവർക്കും മൈ സ്റ്റോർ മൊബൈൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് പലിശയില്ലാതെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ഫോണുകൾ മാസത്തവണയിൽ സ്വന്തമാക്കാം. iPhone, Android തുടങ്ങി എല്ലാത്തരം ഫോണുകളും ഫോൺ ആക്സസറീസും ലഭ്യമാണ്. മാത്രമല്ല, കംപ്ലൈന്റ് ആയ ഫോണുകൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് റിപ്പയർ ചെയ്തു തരുന്ന തൃപ്രയാറിലെ ഏറ്റവും വലിയ ലൈവ് സർവീസ് സെന്റർ കൂടിയാണ് മൈ സ്റ്റോർ മൊബൈൽസ്. അപ്പോൾ ഇനി ഫോണിന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. മൈ സ്റ്റോർ മൊബൈൽസ്, സിറ്റി ടവർ, ഫോൺ 8078776665 8080008811. മൈ സ്റ്റോർ മൊബൈൽസ്, സിറ്റി ടവർ, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. പൊന്നോണപ്പൂക്കൾ പോലെ, പൊന്നോണപ്പൂക്കൾ പോലെ പുതുപുടവകൾ അർച്ചന സിൽക്സ് ചെറിയ വിലയിൽ വലിയ ഷോപ്പിംഗ് അർച്ചന സിൽക്സിൽ മാത്രം. പൊന്നോണപ്പൂക്കൾ പോലെ, പൊന്നോണപ്പൂക്കൾ പോലെ പുതുപുടവകൾ അർച്ചന സിൽക്സ് അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി.
ഞങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകളിലേക്ക്. തളിക്കുളം പ്രവാസി അസോസിയേഷൻ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓണസംഗമവും വിവിധ കലാപരിപാടികളും തുടർന്ന് ഓണസദ്യയും നടത്തി. നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടന്ന ഓണസംഗമത്തിന് അസോസിയേഷൻ പ്രസിഡന്റ് AK വാസൻ, സെക്രട്ടറി ധർമ്മൻ മേലെടുത്ത്, ട്രഷറർ വാസൻ കോഴിപ്പറമ്പിൽ, രക്ഷാധികാരികളായ സുഭാഷ് ചന്ദ്രൻ ബാഹുലയൻ, തളിക്കുളം പ്രവാസി അസോസിയേഷൻ UAE രക്ഷാധികാരി ഗഫൂർ തളിക്കുളം, രത്നാകരൻ, രാംദാസ്, പ്രേമൻ വഴിനടയ്ക്കൽ, ആനന്ദൻ, വിദ്യാനന്ദൻ, സുനിൽ കളപ്പുരയ്ക്കൽ, അക്ബർ അലി എന്നിവർ നേതൃത്വം നൽകി. അസോസിയേഷൻ അംഗങ്ങൾ അവതരിപ്പിച്ച ഓണപ്പാട്ടുകളും തിരുവാതിരക്കളിയും ഉണ്ടായിരുന്നു. ഇത് ഇത്തരത്തിലുള്ളൊരു അവിചാരികമായിട്ടുള്ളൊരു പരിപാടി ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മുടെ കുടുംബാംഗങ്ങൾ എത്തുക, എല്ലാവരും അല്പസമയം സ്വറപറഞ്ഞിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിരിയുക. അതിൻ്റെ ഇടയിൽ നമ്മൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കലാപരിപാടികൾ നടത്താൻ കഴിയുന്നവർ ചെയ്യുക. അതായത് മുൻകൂട്ടി നമ്മൾ ഒരു പരിപാടി ഇന്ന രൂപത്തിലുള്ള നടത്താനോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മുടെ ഉദ്ദേശം തിരിച്ചു വന്നിട്ടുള്ള പ്രവാസികൾ, അവരുടെ ഒട്ടനവധി വിഷമങ്ങൾ അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളാണ്. നമ്മുടെ നേരിട്ടുള്ള അനുഭവങ്ങളും അതുപോലെ തന്നെ ജീവിതത്തിൽ ഒട്ടനവധി പ്രവാസികളെ നമ്മൾക്ക് കണ്ട് മുട്ടാൻ കഴിയുമ്പോഴൊക്കെ തന്നെ ഒട്ടനവധി പ്രയാസങ്ങളാണ് നമുക്ക് പറയാം. ജീവിതശൈലി രോഗപ്രതിരോധത്തിനായി മണലൂർ ഗ്രാമപഞ്ചായത്തും ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി, ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ കണ്ടശങ്കടവും സംയുക്തമായി നടത്തുന്ന സൗജന്യ യോഗ പരിശീലനത്തിന് തുടക്കമായി. മണലൂർ SC/ST വ്യവസായ കേന്ദ്രത്തിൽ നടത്തിയ യോഗം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഷോയ് നാരായണൻ, ധർമ്മൻ പറത്താട്ടിൽ, ബിന്ദു സതീഷ്, ഫാർമസിസ്റ്റ് സുമ സൗമ്യ എന്നിവർ സംസാരിച്ചു. ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാബു ജീവിതശൈലി രോഗപ്രതിരോധത്തിനായി യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ലഘുവിവരണം നടത്തി. യോഗ ഇൻസ്ട്രക്ടർ വിദ്യമോൾ യോഗ ക്ലാസ് നയിച്ചു. പിന്നിട്ട സ്ഥലത്ത് നോക്കുമ്പോൾ അവരൊരു ഒരു യൂണിയൻ തന്നെ ഫോം ചെയ്തു. യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെൻ്റലായിട്ടുള്ള ഒരു സ്ട്രെങ്ത്നെസ്, അതായത് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു യൂണിയൻ, ഒരു ഫോർമേഷൻ അവിടെ നടന്നു. അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നേതൃത്വത്തിൽ അവിടെ ഓണാഘോഷം വരെ നടത്തുന്നുണ്ടായി. എനിക്ക് തോന്നുന്നു യോഗയെ കുറിച്ചിട്ട് യോഗയുടെ ഇൻ്റർനാഷണൽ യോഗാ ദിനം എന്ന് പറയുന്നത് ജൂൺ മാസം 21-ാം തീയതി, അതായത് ഭാരതം ലോകത്തിന് സമ്മാനിച്ചതാണ് യോഗ എന്ന് പറയുന്നത്. ജില്ലാ മണ്ണ് പരിവേഷണ വിഭാഗവും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും സംയുക്തമായി മണ്ണറിവ് മണ്ണ് പരിശോധന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കർഷക സെമിനാർ, തൈ വിതരണം എന്നിവയുണ്ടായി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിമിഷ അജീഷ് അധ്യക്ഷയായി. തൃശൂർ ജില്ലാ മണ്ണ് പര്യവേഷണ അസിസ്റ്റന്റ് ഡയറക്ടർ ധന്യ NM പദ്ധതി വിശദീകരണം നടത്തി. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മല്ലിക ദേവൻ, ജൂബി പ്രദീപ്, വലപ്പാട് കൃഷി ഓഫീസർ ലക്ഷ്മി മോഹൻ, തളിക്കുളം കൃഷി ഓഫീസർ അഞ്ജന, വാടാനപ്പള്ളി കൃഷി ഓഫീസർ നീനു ചന്ദ്രൻ, ഏങ്ങണ്ടിയൂർ കൃഷി ഓഫീസർ ചിഞ്ചു, നാട്ടിക കൃഷി ഓഫീസർ ശുഭ, തൃശൂർ സോയിൽ സർവീസ് ഓഫീസർ MA സുധീർ ബാബു, തളിക്കുളം ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ KC റൈഹാന, തൃശൂർ മണ്ണ് പര്യവേഷണ ഓഫീസർ സുധീർ ബാബു MA എന്നിവർ സംസാരിച്ചു. തുടർന്ന് കേരള കാർഷിക സർവകലാശാലയിലെ സോയിൽ കെമിസ്ട്രി വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സ്മിത ജോൺ മണ്ണ് പരിശോധന വഴി കാർഷിക ഉൽപാദന വർധനവ് എന്ന വിഷയത്തിൽ സെമിനാർ നയിച്ചു. കർഷകർക്ക് സൗജന്യമായി പച്ചക്കറി തൈ വിതരണം നടത്തി. കർഷകരിൽ നിന്നും പരിശോധിക്കാനായി മണ്ണ് സാമ്പിളുകളും ശേഖരിക്കുകയും മണ്ണ് സാമ്പിളുകൾ വിവിധ കൃഷിഭവനുകളിലൂടെ ശേഖരിച്ച് മണ്ണ് പര്യവേഷണ വിഭാഗത്തിൽ ലാബുകളിൽ നൽകി പരിശോധിക്കുകയുണ്ടായി. നല്ല ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കുക, നല്ല ഭക്ഷണം കഴിക്കുക എന്ന ലക്ഷ്യമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. ഇന്ന് നമ്മുടെ മാറിയ സാഹചര്യം നമ്മളെ സംബന്ധിച്ച് ദുഃഖിതരാക്കുകയാണ്. പഴയ തലമുറ ഈ കാലഘട്ടത്തിലെ പുരോഗതി ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഇപ്പൊ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ
കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ അവർ മുന്നോട്ട് പോകുന്നു. റോഡ് നിർമ്മാണം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യണമെന്നും പഞ്ചായത്ത് അനുമതിയില്ലാതെ റോഡുകൾ പൊളിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് അംഗം ജീജ രാധാകൃഷ്ണൻ ഭരണസമിതി യോഗത്തിൽ ആവശ്യപ്പെടുകയും പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകുകയും ചെയ്തു. അടിയന്തര പ്രാധാന്യത്തോടെ റോഡ് പണിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ കാണണമെന്നും പൊതുജനമധ്യത്തിൽ പഞ്ചായത്ത് മെമ്പർമാർ അവഹേളിക്കപ്പെടുകയാണെന്നും പഞ്ചായത്ത് അംഗം പറഞ്ഞു. നമ്മുടെ പഞ്ചായത്ത് ആസ്തിയിൽ ഉൾപ്പെട്ട റോഡുകൾ ഭരണസമിതി തീരുമാനം പോലും ഇല്ലാതെ തോന്നിയ പോലെ പൊളിച്ചു മാറ്റിയത് 1 വർഷമായി പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും അറിഞ്ഞിട്ട് അവർക്ക് എതിരെ നിയമ നടപടി കൈക്കൊള്ളാനോ ഗുരുതര വിഷയം ഭരണസമിതി അംഗങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനോ അത് ഭരണസമിതി യോഗത്തിൽ അജണ്ട വെച്ച് ചർച്ച ചെയ്യാനോ തയ്യാറായിട്ടില്ല. ഇക്കാര്യത്തിൽ ഭരണസമിതി ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നും അവർ പറഞ്ഞു. എന്നാൽ ഇത് ഇപ്പോൾ ചർച്ച ചെയ്യാൻ കഴിയില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുകയും തുടർന്ന് യോഗത്തിൽ ബഹളമാകുകയും ചെയ്തു. അനുമതി നിഷേധിച്ച പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് ജീജ രാധാകൃഷ്ണൻ, ഷൈജ കിഷോർ, AM മെഹബൂബ് അടക്കമുള്ള കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർമാർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു. പഞ്ചായത്ത് മെമ്പർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തളിക്കുളം മണ്ഡലം കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രകടനമായി വന്ന് പഞ്ചായത്ത് മെമ്പർമാരുടെ പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. പ്രതിഷേധം DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ PS സുൽഫിക്കർ, CV ഗിരി, ഗഫൂർ തളിക്കുളം, MK ബഷീർ, KS രാജൻ, KA ഫൈസൽ, PD ജയപ്രകാശ്, MA മുഹമ്മദ് ഷഹബു, വാസൻ കോഴിപ്പറമ്പിൽ, ഷീബ അജയകൃഷ്ണൻ, സബിത രഞ്ജിത്ത്, ഷൺമുഖൻ പഞ്ചായത്ത് മെമ്പർമാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം ആഘോഷിച്ചു. PTA പ്രസിഡന്റ് CS മണി ഉദ്ഘാടനം ചെയ്തു. SMC ചെയർമാൻ മഹേഷ് നായരിശ്ശേരി അധ്യക്ഷനായി. PTA വൈസ് പ്രസിഡന്റ് ശ്രീജ അജയകുമാർ, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ VM പ്രിയ, ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് PH ഷെരീഫ, മുൻ PTA പ്രസിഡന്റ് UK ഗോപാലൻ എന്നിവർ സംസാരിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഗീഷ് പൂരാടൻ്റെ ഈ മാസത്തെ ഓണറേറിയം ക്യാൻസർ രോഗിക്ക് നൽകി. തളിക്കുളം പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗമായ കുൽസു ഉമ്മയ്ക്ക് ഓണറേറിയം നൽകിയത്. വളരെ ചെറിയ വരുമാനം മാത്രം ലഭിക്കുന്ന ഇവരെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും എല്ലാവരും ഇവരെ സഹായിക്കണമെന്നും ബഗീഷ് പൂരാടൻ പറഞ്ഞു. തളിക്കുളം പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയിൽ ജോലി ചെയ്യുന്ന നമ്മുടെ കുൽസുത്താക്ക് ക്യാൻസർ ബാധിതയായിട്ട് കുറച്ച് നാളുകളായി. വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവർക്ക് എൻ്റെ ഈ മാസത്തെ ഓണറേറിയം ഞാൻ നൽകുകയാണ്. മാത്രമല്ല നമ്മളുടെ വീടുകളിൽ വന്ന് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരുന്ന, നമ്മൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഈ ഹരിതകർമ്മ സേനയ്ക്ക് അവരുടെ ശമ്പളം എന്ന് പറയുന്നത് വളരെ തുച്ഛമായൊരു പൈസയാണ്. വളരെ ഭീമമായൊരു തുകയാണ് ഈ കുൽസുത്താക്ക് ചികിത്സാ സംബന്ധമായിട്ട് വരുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും നന്മയുള്ള നമ്മളെല്ലാവരും കുൽസുത്താനെ സഹായിക്കണം. ചടങ്ങിൽ മഹിളാ മോർച്ച പ്രസിഡന്റ് സ്മിത ധനഞ്ജയൻ, BJP പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിനേഷ് പട്ടാലി, ഹരിതകർമ്മ സേനാംഗങ്ങളായ ബീന സജീവൻ, ഷൈബി രാജി, ചിത്ര, രേഷ്മ എന്നിവർ പങ്കെടുത്തു. ഇതുവരെയുള്ള എല്ലാ ഓണറേറിയവും ബഗീഷ് പൂരാടൻ പാവപ്പെട്ടവർക്കും അസുഖബാധിതർക്കുമാണ് നൽകിയിട്ടുള്ളത്. കാരമുക്ക് ശ്രീ നാരായണഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപികയും കാരമുക്ക് പള്ളിക്കു സമീപം പുതുക്കാടൻ വില്ലിയുടെ ഭാര്യ മേരി വർഗീസ് അന്തരിച്ചു. 64 വയസ്സായിരുന്നു. മക്കൾ ജസ്റ്റിൻ, ജെറി, ജിബിൻ, മരുമക്കൾ ഡിംപിൾ, നിത. മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന പരേതനായ മുരിയങ്ങാട്ടിൽ പ്രഭാകരൻ നായരുടെ ഭാര്യ തോണ്ടലി വത്സല അന്തരിച്ചു. 73 വയസ്സായിരുന്നു. മകൻ പ്രവീൺ. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 2-ന് പാറമക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. മണലൂർ തിണ്ടാറ്റ് റോഡിന് സമീപം ചുള്ളിയിൽ നാരായണൻ ഭാര്യ രാധ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. മക്കൾ മിനി, ലത, ജ്യോതി, പ്രിയ, മരുമക്കൾ ഗോപി, ബാബു, ഉണ്ണികൃഷ്ണൻ, സതീശൻ. പ്രധാന വാർത്തകൾ വീണ്ടും. മനസ്സുണ്ടെങ്കിൽ മണ്ണുപോലും വേണ്ട, ജൈവകൃഷിയിൽ മാന്ത്രിക നേട്ടം കൊയ്ത് സൈനുദ്ദീൻ.
ആലപ്പുഴയിൽ വെച്ച് മതിലകം പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ മോഷണ കേസ് പ്രതി പിടിയിലായി. ചേറ്റുവ പാലത്തിൽ വൈദ്യുതി വിളക്കുകൾ പ്രകാശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ചൂട്ടുകത്തിച്ച് പ്രതിഷേധം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.